എവിടെയാ നീയെ? നോക്കിക്കോളൂ. നോക്കുമ്പോഴാണ് ഒരു പൂതന. ഒരു കാട്ടാളതി. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ശ്രീവാറിന്റെ വേഷം പാടുന്നുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യാൻ തലയെ കടിച്ചു പൊട്ടിച്ചു, നല്ല ഇടിയിട്ടിട്ടുണ്ട്. വാസുദാസനെ കൊണ്ടുപോകും പറഞ്ഞു തന്നു. ഞാൻ തന്നെ നമസ്കരിച്ചാൽ വിളിച്ചിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം പാർട്ടിയെ കിടക്കാൻ പാർട്ടി വന്നു. അങ്ങനെ കുറച്ച് കൂടുതലായി പോയിട്ടോ. ഒരു നല്ല ചുമയുടെ കാലത്തെണീക്കുവാണെന്റെ ഇട്ടിട്ട് കാലത്തെണീറ്റാൽ കുളിച്ചാൽ തല തുറന്നൊക്കെ ഞാനാ തുറത്തി കൊടുക്കുക. അഗ്നി ഒരു കാട് മുഴുവൻ കത്തിച്ചോണ്ട് പുറപ്പെട്ടപ്പോ അതിന്റെ ഉള്ളിൽ കഴിഞ്ഞ് പാമ്പ് നിർമ്മിച്ചു. ദേവേന്ദ്രൻ രക്ഷിക്കണേ. ഉടനെ ദേവേന്ദ്രൻ അവിടെ എന്ത് ചെയ്തു? അവിടുന്ന് വർഷം പെരുമഴ. ആ പെരുമഴയില് തീ കെട്ടോ. ഉടനെ അഗ്നി എന്നെ വിളിച്ചു കഴിഞ്ഞു. എന്താ വിളിച്ചു? പാമ്പ ആദ്യം വിളിച്ചു കഴിഞ്ഞു. അയ്യോ തീയെ കൊണ്ട് രക്ഷിക്കണേ. അപ്പോഴാണ് പെരുവർഷം തീ വരാണ്ടിരിക്കുക. അഗ്നി എന്നെയാ വിളിച്ചത്. ഇന്ദ്രാ വിളിക്കല്ല. ഞാൻ ഉടനെ വിളിച്ചു. അതെന്താ? ഞാനാരാ? ഇന്ദ്രന്റെ ഏക്കാൾ ശക്തിയിലാണ്. അദ്ദേഹം സുരേന്ദ്രനാണെങ്കിൽ ഞാൻ നരേന്ദ്രനാണ്. നരേന്ദ്രന്റെ കേമത്വം സുരേന്ദ്രനില്ല. നരേന്ദ്രന്റെ കേമത്വം കൊണ്ടേ ഇവിടെ സുരേന്ദ്രനെങ്കിൽ നടന്നത്രേ ഉള്ളൂ. അപ്പൊ എന്റെ കേമത്വം ഞാൻ ഇത് വന്നത് ശരം പേമാരി. എന്റെ അച്ഛൻ മഴയിലുള്ളൂ. ഞാൻ ശരം കൊണ്ടുള്ള പേമാരി. ഒരു തുള്ളി വീഴില്ല. ആ ശരം നിന്നു. അഗ്നി കാലുകളെ എത്തിച്ചു. അറിയോ? അങ്ങനെ അഗ്നി പ്രസാദിച്ചു നൽകിയ അമ്പൊടുന്ന താപനാഴിട്ടിരിക്കുക. അറിയോ? എന്നെ പോലെ ശക്തൻ, എന്നെ പോലെ ഭക്തൻ. മനസ്സിലായില്ലയോ? ഞാൻ ഉദാഹരണം പറഞ്ഞതിന് വേണ്ടിട്ടാ. എന്നെ പോലെ സുന്ദരൻ ആരോഗ്യരോഗം. ആ ഞാൻ സത്യം ചെയ്തിട്ട് മതിയായില്ല. എന്നാൽ ഞാൻ സത്യം ചെയ്യുമ്പോൾ ആൾക്കാർ കേൾക്കാൻ പാകത്തില്ല. സർവേ പാണ്ഡുസൂനോ പ്രതിജ്ഞ സദസി പുനരപദ്യം ഭാവി ഭൂമിസുരസ്യ അഹരയിഷ്യാമി നോരേ സകല ജനസമക്ഷം സന്നിവേക്ഷ്യേ സർവേ. ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കൂ, എല്ലാവരും കേൾക്കൂ. കേൾക്കാൻ മനസ്സിലാക്കാൻ പറ്റാത്തത് കേൾക്കണ്ട. കേൾക്കാൻ മാത്രമേ അറിവുള്ള മനസ്സിലാവില്ല. അല്ലാതെ മനസ്സിലാക്കണമെന്ന് കേൾക്കൂ. ഇങ്ങനെ തൊഴുതിരിക്കേണ്ട. കൈ മടിയിൽ വെച്ചോളൂ കേട്ടോ. കാര്യത്തിനെ കണ്ടി തൊഴാൻ പറ്റിയാതാണ് ഞാൻ, അല്ലാതല്ല. എന്നാലും എന്താ കേൾക്കണ്ടേ? പാണ്ഡുസൂനോ പ്രതിജ്ഞ. ഈ പാണ്ഡുസൂനുവിന്റെ പ്രതിജ്ഞയെ കേൾക്കൂ. ഭൂമീശ്വരസ്യ ഭാവി അഭദ്യം. ഈ ബ്രാഹ്മണന് ഇനി ഒരു ഉണ്ണി ഉണ്ടാവുമെങ്കിൽ പാലയിഷ്യാമി. ഈ കയ്യിലുള്ള വില്ലാണ്, ശരങ്ങളാണ് സത്യം. ആ ഉണ്ണിയെ ഞാൻ രക്ഷിക്കും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ? പലയിലൊക്കെ എല്ലാവർക്കും പറയാം സത്യപ്രതിജ്ഞ. എന്തൊക്കെയായിരുന്നു കാരണം? ഞങ്ങൾ വരും, എല്ലാം ശരിയാക്കി അനുഭവിച്ചോ. സത്യപ്രതിജ്ഞ വന്നാൽ ഒക്കെ മാറും. മാറിയില്ലേപ്പാ? ഞാൻ അവരെ കുറിച്ചൊന്നും പറയില്ല. വന്നാൾക്ക് ശരിയാക്കി തരാനേ പറഞ്ഞു. ആരുടെ കാര്യം ശരിയാക്കണമെന്നൊന്നും പറഞ്ഞില്ല. അവരുടെ കാര്യം ശരിയാക്കി. അച്ഛൻ്റെ കാര്യം, മകളുടെ കാര്യം, മകന്റെ കാര്യം ഇന്നാരുടെ പറഞ്ഞില്ല. പല ആൾക്കാരും പലതീ അതല്ല. പിന്നെയോ ആരുടെ സത്യമാണ്? ഈ അർജുനന്റെ സത്യം. സാധിക്കും. സാധിച്ചില്ലെങ്കിൽ ഈ കലത്തിൽ ധരിച്ചിരിക്കുന്ന വില്ലാണ് ശരങ്ങളുടെ സത്യം ഞാൻ രക്ഷിക്കും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തീറ്റാണ് ഞാൻ ചാവും. ഇത് കേട്ടപ്പോ ബ്രാഹ്മണ സമാധാനം. അർജുന, നിന്നെ കാണാൻ ഞാൻ വഴിയിലോ വിളിച്ചു. ഉണ്ണിയുടെ മനസ്സിലെടുത്തു. സദസ്സിൽ പരിപാലിക്കുന്നുണ്ട്. കൃഷ്ണ അതേ പോയിട്ട് ചോദിച്ചു. ഞാൻ ബ്രാഹ്മണനെ ഞാൻ കുട്ടികളോട് 9ാമത്തെ ഉണ്ണിയാണ് അല്ലേ? ആ ഭഗവാൻ കേട്ടില്ല. അപ്പൊ ചില ബ്രാഹ്മണൻ എങ്ങനെയാണോ? അർജുനൻ കൃഷ്ണ കേട്ടില്ലേ? അങ്ങനെയാണല്ലോ എൻ്റെ ആശ്വാസം. അവിടുത്തെ പദങ്ങൾ സമർപ്പിച്ചേക്കോ. പോയിട്ട് വയ്ക്കുക കൃഷ്ണ. ഒരു വാക്ക് പറയണ്ടേ? മിണ്ടില്ല.
കണ്ടോളൂ തന്നെ എല്ലാവരും. ഭഗവാനൊരു സങ്കടം ഉണ്ടാവില്ല. നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നത് സന്തോഷമായാൽ എന്തെങ്കിലും പറ്റില്ല. ഭഗവാനൊക്കെ രാമണൻ ഓടിയുടെ വരണതങ്ങനെ കണ്ടു. രാമണന് ഭക്തി ഉണ്ണിയും ഉണ്ടാവരുന്നേ. ഉണ്ണിക്ക് ജീവൻ കിട്ടിയിട്ടുണ്ടാവും. ഭഗവാൻ എത്തിക്കാൻ പോയിട്ടില്ലേ? ആ സന്തോഷമായിട്ട് ഉണ്ണിക്ക് ജീവൻ തന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഏത് ശ്രീകൃഷ്ണൻ? ഭഗവാൻ ശ്രീകൃഷ്ണൻ. എന്ത് ശ്രീകൃഷ്ണൻ? ഒരു ശക്തി ഇല്ലാത്തവർ അദ്ദേഹം അല്ല. അദ്ദേഹം എന്ത് ഭഗവാൻ വല്ല ശക്തി ഉണ്ടോ? ഭഗവാൻ ശക്തി ഉണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞൊക്കെ അവിടെ നടക്കുമോ? ആലോചിച്ചോളൂ. അവിടുത്തെ കാവക്കാർക്ക് ഒരു ശക്തിയില്ല. ദ്വാരപാലകന്മാരുടെ കഥ അവിടെ കാണാൻ കഴിയും അല്ലേ? അവരിങ്ങനെ ശ്രീകൃഷ്ണടക്കം വളരെ കൊണ്ടുപോകുന്നു ചെയ്യും അല്ലേ? അതിൻ്റെ കാരണം തലപ്പത്തിരിക്കുന്ന കാണാം. അതുകൊണ്ടാണ് കൃഷ്ണനെ പോലെ കാണാൻ ലോകത്തില്ല അല്ലേ? അപ്പോ എനിക്ക് പറയാനുള്ളത് അവർ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നെങ്കിൽ അത് ഈ നരേന്ദ്രന്റെ കേരളത്തുകൊണ്ട് ഈ പണ്ടേ മുമ്പ് ആ അർജുനൻ അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ കുറച്ചെങ്കിലും അവിടെ കഴിയുന്നത്. എന്റെ രാമണൻ അവിടുന്ന് ഇതൊക്കെ വിശ്വസിച്ചിട്ട് പോകുന്നു. ഇനി ഉണ്ണിയുണ്ടായ രക്ഷിക്കാൻ പറഞ്ഞു. കൃഷ്ണനല്ല പിന്നെ ആരാ? അർജുനൻ രക്ഷിക്കണം. സത്യം അത് കേട്ട അങ്ങനെ പോകുന്നു. അർജുനനെ പോലെ കേവനായിട്ട് ലോകതാരുണ്യ ആരാ പറഞ്ഞ്? അർജുനൻ എന്താ പറഞ്ഞു? ഇത് നിങ്ങൾ കക്കാൻ ചെയ്യുന്നത് അർജുനൻ പറഞ്ഞ പോലെ ഓരോന്ന് എണ്ണി ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ രക്ഷിക്കാൻ പറ്റുന്ന തീ ചടിച്ചാവോ? അങ്ങനെ പറഞ്ഞോ? നന്നായി അർജുനൻ തീ ചടിച്ചാവണോ? സ്ത്രീകളുടെ മനസ്സിലൊന്നും സാധ്യതയില്ല. ഞാൻ വന്നപ്പോ ഭഗവാനെ കിട്ടുന്നതാണ് എനിക്ക് വല്ലാത്ത സത്യമുള്ളൂ തോന്നി. അപ്പൊ കാണാൻ വേണ്ടി ആയിരിക്കട്ടാ ഞാൻ എവിടെ നിർത്തി വെച്ചാൽ ഈശ്വര ഇത്ര കഠിന ഹൃദയങ്ങളുടെ സ്ത്രീകളെ കൊണ്ട് നമ്മളൊക്കെ പറയുന്നത് പെട്ടെന്ന് കയറി തന്നെ രക്ഷിച്ചോളൂ. അവരെ പേടിച്ചായിരിക്കണേ. ഞങ്ങളെ ഇവിടെ എങ്ങനെ കഴിച്ചുകൊണ്ടിരിച്ചില്ല. പേടിക്കുന്ന അങ്ങനെ ഇപ്പോൾ കയറി വന്നാൽ ചവിട്ടിയോട് വന്ന് ഒരു സത്യം പറഞ്ഞിട്ടൊന്നും വിശ്വസിക്കും. അത്ര കാലം പേടിച്ച് ജീവിക്കാൻ പുരുഷന്മാരെക്കാൾ ഇരട്ടി ബുദ്ധിയാണ് സ്ത്രീകൾക്ക്. കുരുട്ടു ബുദ്ധി ഒക്കെ അവിടെ സത്യമാണ്. ഞാൻ ഉദാഹരണ സഹിതം പറയും. പണ്ട് ഇതാണ് ഞാൻ ഒരു കാര്യം ഇവിടെ പറയാതെ പറഞ്ഞപ്പെട്ടു പോകുന്നു. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വലുതാകുന്നു. അതാ മനസ്സിലാക്കിയോ? പോയാൽ മതി പെട്ടെന്ന് ഒരു കുട്ടി തപസ് ചെയ്ത് വരുവാണ്. 90 വയസ്സ് വരെ തപസ് ചെയ്തു. 9ാമത്തെ വയസ്സിൽ തപസ് ചെയ്ത ബ്രഹ്മാവിനെ തപസ് ചെയ്ത് തപസ് ചെയ്ത് 90ാമത്തെ പിറന്നാൾ വന്ന് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ഭക്തരെ എന്താ വേണ്ടേ? ഇനിയൊന്നും വേണമെന്നില്ല. കണ്ടുവരുന്നു. അതല്ല ഞാൻ വരാൻ തരാന്നാ വിചാരിക്കണേ. ഒരെണ്ണേ തരുള്ളൂ. ഒന്നും വേണ്ടായിരുന്നു. അത് സന്തോഷമായി. അല്ല ഞാൻ വരം തരും. അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഒരെണ്ണേ തരൂ എന്ന് പറയുമ്പോൾ 90 വയസ്സിൽ ഒരെണ്ണം മതിയെന്ന് പറഞ്ഞു. ആ മുത്തശ്ശിനാണ് കുട്ടിനാണ് പറഞ്ഞത് കഴിയും. അത് മേടിക്കാൻ പറയുന്നത് നീ അങ്ങനെ പോണ്ട. ഇവിടെ ഞാനുണ്ട് കണ്ടോ? ഇതാണ് മനസ്സിലായത്. പ്രത്യക്ഷപ്പെടണം നോക്കി. പ്രത്യക്ഷപ്പെട്ട തുറന്നേക്കണ്ട. പിന്നെ വളരെ ആളൊക്കെ ഉണ്ടാകും. ഇനി അവിടുന്ന് വല്ല വരാൻ കിട്ടോ? പ്രത്യക്ഷപ്പെട്ട് കഴിക്കാൻ പോയി. എന്താ വരം വേണ്ടേ? ഒരെണ്ണേ തരുള്ളൂ. ഒറ്റ വരം, ഒരു വരം മതി. എന്താ വേണ്ടേ? എൻ്റെ 7ാമത്തെ തലമുറയിലെ കുട്ടി സ്വർണത്തിന്റെ പാത്രത്തിൽ കൂടിയിട്ടുണ്ട്. ആയിക്കോട്ടെ. എന്തായി? 90 വയസ്സുള്ള മുത്തശ്ശി ചെറുപ്പമാവണം, അത് സുന്ദരിയാവണം, വിവാഹം കഴിയണം, അതിൽ കുട്ടി ഉണ്ടാവണം, അതിന് കുട്ടി ഉണ്ടാവണം, അതിന് കുട്ടി ഉണ്ടാവണം. അങ്ങനെ 7 തലമുറ മുത്തശ്ശിക്ക് ആയുസ്സുണ്ടാവണം. ആ 7ാമത്തെ തലമുറയിലെ മുത്തശ്ശി ഉണ്ടോ അനുഗ്രഹം പിടിച്ച് വരണുണ്ടോ? ആ 7ാമത്തെ തലമുറയിലെ മുത്തശ്ശി സ്വർണത്തിന്റെ പാത്രത്തിൽ കേട്ടോ. ഇതിരിക്കുന്ന സാധനം നിസ്സാരപ്പെട്ട സാധനമല്ല, നല്ല വിലയുള്ളതാണ്. ഇത് കാണണം. ആലോചിച്ചു ഇവിടെ എന്താ വരം മേടിച്ചത്? അർജുന തീ ചാടി ചാവാം അല്ലേ? അപ്പൊ എന്താ പറഞ്ഞേ? അർജുന തീ ചാടി ചാവുകയായി. എന്താ അർത്ഥം മനസ്സിലായോ?
അർജുനൻ തിരിച്ചാലും ചത്താൽ ആർക്കാ അവസരം ഉണ്ടാവുക? ഈ ഉണ്ണിയെ കൊണ്ട് നടക്കുക ആര്? കൃഷ്ണൻ. കണ്ടോ? അതിന് മൊത്തം പിന്നെ സങ്കടം. എന്റെ സുഭദ്രയുടെ കുട്ടി സ്വന്തം സഹോദരി വിധവയാണെന്ന് കൃഷ്ണൻ വിചാരിക്കോ? ഇല്ല. അപ്പൊ കൃഷ്ണൻ രക്ഷിക്കും. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഇത് പക്ഷെ മൂന്നാർക്കെ മനസ്സിലാക്കണം. ഒന്ന് സുഭദ്രയ്ക്ക്, ഒന്ന് കൃഷ്ണന്റെ പത്നിക്ക്, പിന്നെ ഒന്ന് ബ്രാഹ്മണന്റെ പത്നിക്ക്, അർജുനന്റെ പത്നിക്ക്. അത്രയും തീ ചാടിച്ചവർ നന്നായിരുന്നു. അവസാനം എന്തിനു പറയണു? സന്തോഷമായി നാട് മുഴുവൻ കഥയാണ് നിറഞ്ഞു. ഉണ്ണിയുണ്ടായ രക്ഷിക്കുന്നു അർജുനൻ പറഞ്ഞു. എന്തിനു പറയണു? മഹാഭാഗ്യം! ആ ബ്രാഹ്മണന്റെ പത്നി വീണ്ടും ഗർഭം ധരിച്ചു. ബ്രാഹ്മണൻ അർജുന അറിഞ്ഞില്ലേ? വരൂ ബ്രാഹ്മണൻ, എന്തൊക്കെയാ വിശേഷം? എനിക്ക് വിശേഷമൊന്നുമില്ല. പിന്നെ ഭാര്യയ്ക്ക് വിശേഷമുണ്ട്. അറിയൂ, കേൾക്കട്ടെ ഉള്ള വിശേഷം. അതല്ല, ഭാര്യയ്ക്ക് വിശേഷമുണ്ട്. പറയൂ, എന്താ വിശേഷം പറയാൻ പറയൂ. ഭാര്യയ്ക്ക് ഇത് വന്ന് പെട്ടാ വലിയ ദുരിത. ചില ആൾക്കാരൊക്കെ വെളുപ്പാനൊക്കെ എനിക്ക് ഓടുകയൊക്കെ ചെയ്യും. പയറ് പറയാൻ ഓടിയിട്ട് കാര്യമില്ല. ഞാൻ കുറേ കാലം ഓടിയതാണ്, ഒരു കുറവുണ്ടായില്ല. തന്നെയല്ല, ഞാൻ ഓടുമ്പോൾ ഇങ്ങനെ നോക്കും. അപ്പോൾ ഓടി കുറേ ഒക്കെ കുടവേറുണ്ട്. അപ്പം എനിക്ക് സംശയം ഓടിയിട്ടാണോ കുടവേറ് വരേണ്ടത്. ചില ആൾക്കാർ വയറ് കുറയാൻ വേണ്ടി ഓടും, ചിലർ വയറ് നിറയാൻ വേണ്ടി ഓടും. ഇപ്പം ഞാൻ വയറ് നിറയാൻ വേണ്ടി നമ്മൾ ഓടി വളരെ വന്നേക്കാം. വലിയ കാര്യമായിട്ടൊന്നും അറിയാനില്ല, എന്നാലും വേണ്ടില്ല. നമ്മളതല്ലേ ഓടി വരാണ്ട് കിട്ടുമോ? അതോടെ ഞാൻ ആലോചിക്കണം എന്താ വെച്ചാൽ എന്റെ ഭാര്യ എന്റെ അർജുന അതല്ല, എന്റെ പത്നിക്ക് ഒരു പൂ ഉണ്ടാവാൻ കൊടുക്കേണ്ടത്. ഒരു പണിയില്ലെങ്കിൽ പിറ്റത്തെ ചെടികളൊക്കെ അതിന് പൂ ഉണ്ടാവും അല്ലേ? അല്ല, ഞാൻ തല തിരിച്ചു പറയാം. അവിടെ നേരെ പറഞ്ഞിട്ട് മനസ്സിലാവുകയാണ്. അപ്പൊ തല തിരിച്ച് എന്റെ പത്നിക്ക് ഒരു ത്രൻപൂ ഉണ്ടാവാൻ പോകും. നേരെ പറയും, എന്റെ അർജുന എന്റെ പത്നിക്ക് ഒരു പുത്രനുണ്ട് അറിയണ്ടേത്. അതാ ഞാൻ പറഞ്ഞത് വിശേഷം. അർജുനൻ വരൂ, ഞാൻ എന്ത് ചെയ്യണം? 9 മാസം കഴിയണ്ടേ? ഞാൻ ശമയം എന്നിട്ട് പറയണു. സമയമായി അർജുനനെ അറിയിച്ചു. ഗംഗയിൽ കുളിച്ച് ആ ഗംഭീരം കൊണ്ടുവന്ന് ശരങ്ങളെ കൊണ്ട് ഒരു പ്രസവ ഗ്രഹമുണ്ടാക്കി അവിടെ അതിലേക്ക് പ്രവേശിപ്പിച്ച് അമ്പടുങ്ങാത്ത ആവനാഴിയിൽ നിന്ന് അക്ഷരലക്ഷം അസ്ത്രങ്ങൾ കൊടുത്ത് ആരാണ് വരണേ? അന്തകാന്തകനായ മഹാദേവന്റെ ശിരസ് തല്ലിപ്പൊളിച്ച് ആ ഗാന്ധീവം കൊണ്ട് അടിച്ചു പൊളിച്ച് ആ അന്തകാന്തകൻ അനുഗ്രഹം മേടിച്ച് അർജുനൻ ഇവിടെ നിൽക്കുമ്പോ കാലൻ കണ്ടുവരും. ആ കാണട്ടെ നടന്നു നിൽക്കണു. ആ ഭവനം മുഴുവൻ ആളുകളെ കൊണ്ട് നടന്നിരിക്കുന്ന സമയത്ത് എല്ലാവരും നാരായണ 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 ജപിച്ചുകൊണ്ടിരിക്കണു. ബ്രാഹ്മണനിപ്പോ നാരായണ ജപിക്കണോ, അർജുനന്റെ നാമം ചെല്ലണമെന്ന് അറിയില്ല, വിഷമിച്ചിരിക്കണു. അർജുനൻ ഒരു നാമം ചെല്ലുന്നത് ശരം തൊടത്തേക്ക് നിൽക്കുമ്പോ അച്ഛൻ കേട്ടു. ഇത്രയും കാലം ബ്രാഹ്മണന്റെ പത്നി കരയാറുണ്ട് എങ്കിലും ഉണ്ണിയുടെ ശവശരീരം കണ്ടോ എന്ന് പറഞ്ഞാൽ കരയാതെ. ഇപ്പൊ വീണ്ടും ആ ബ്രാഹ്മണ പത്നി കഴിയുമ്പോ മൃതശരീരം പോലും കാണാനില്ലാതെ പറഞ്ഞിട്ട് അകത്തേക്ക് ചെന്ന് നോക്കി. എവിടെ കൊള്ളയില്ലാത്തവരെ, നിന്റെ വാക്ക് വിശ്വസിച്ച് എന്റെ കൃഷ്ണനെ ഞാൻ ഉപേക്ഷിച്ചതിന്റെ ഫലം നീയല്ലേ? പോയി വരികയാർന്നില്ല. എന്താ വേണ്ടത് ചെയ്യാനായി സകല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, ഉന്നെ കാണാനില്ല. സകല ലോകങ്ങളിൽ അന്വേഷിച്ചു, ഉന്നെ കാണാനില്ല. എന്നാൽ എന്റെ സത്യം പരിപാലിക്കാൻ തീരുമാനിച്ച് ആഗ്രഹയാത്ര കൊണ്ട് പട്ടട കൂട്ടി അവസാനായിട്ട് ഗംഗയിൽ കുടിക്കാനായിട്ട് ഏർപ്പെട്ടു. കൃഷ്ണ ഗോവിന്ദ നാരായണ കൃഷ്ണ എന്ന് പറഞ്ഞ് ആ ഗംഗയിൽ ഒന്നിനും മുങ്ങുമ്പോ
ഭഗവാന്റെ കൂടെ ആ ഗംഗയുടെ മുന്നിൽ ഓർത്തു വെക്കുമ്പോൾ ഓർമ്മിക്കാൻ കഴിയും. ചോദിക്കാനായിരുന്നു കൃഷ്ണ, എന്താ ഈ ഗംഗയുടെ പവിത്രത? വേറൊന്നുമില്ല അർജുന, നിന്നെ പോലുള്ള ഭക്തന്മാര് ഈ ഗംഗയിൽ മുങ്ങണില്ലേ, അതെന്നെ ഗംഗയുടെ പവിത്രത. കൃഷ്ണ, അവിടുത്തെ മറന്ന ഞാൻ ദുഷ്ടനായിട്ട് മാറി. ദുഷ്ടന്മാര് ഗംഗയിൽ മുങ്ങിയാൽ ഭക്തന്മാര് മുങ്ങി അത് പവിത്രയാവും. ദുഷ്ടന്മാര് മുങ്ങി അത് അപവിത്രയാവാണ്ടിരിക്കുന്നതോ. ഇനി മഹാത്മാക്കൾ മുങ്ങി ഈ ഗംഗയെ പവിത്രീകരിക്കട്ടെ. കൃഷ്ണ മുങ്ങി അവിടേക്ക് വരുമ്പോൾ മക്കളെ ആളി കത്തുന്നുണ്ട്. അർജുൻ അവിടെ വന്നു ശുദ്ധമായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് കൂടുതൽ ശുദ്ധാവാൻ അഗ്നിയിലേക്ക് ചാടാൻ വേണ്ടി ആ അഗ്നി ഇങ്ങനെ വരവയ്ക്കുക. നാരായണ വാസുദേവ പുരാന്തക കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ദക്ഷിണം വെച്ചപ്പോൾ ബ്രാഹ്മണൻ കൈമേലെ പിടിച്ചു. അർജുന, അങ്ങനെ ഈ ചെറിയ ചവിടുന്നു വേണ്ട. എനിക്ക് പുണ്യങ്ങളുണ്ടാവുന്ന രോഗമില്ലാത്ത ഒരാളാണ്. അല്ലെങ്കിൽ ഭഗവാൻ മിണ്ടാണ്ടിരിക്കുമോ? ആ കാക്കിന് വേണ്ടി കരഞ്ഞിട്ട് ആ ഭഗവാൻ മിണ്ടാണ്ടിരുന്നു വെച്ചാൽ ഞാൻ ആലോചിക്കട്ടെ, ഇങ്ങനെ രോഗമില്ലാത്ത ആളാണ്. പക്ഷെ ഒന്നും പറ്റില്ല, ഈ രക്ഷിക്കാതെ പറഞ്ഞില്ലെങ്കിൽ ഈ സ്വപ്നം കൊണ്ട് ഞാൻ കാണുകയില്ല. എങ്ങനെ ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ചാടി വെച്ചിട്ട് എനിക്കെന്നെ ഉണ്ണിയെ കിട്ടും ഓർത്തത്. നീ ചാടണ്ട. കൈ പിടിച്ചു മാറ്റി, ബ്രാഹ്മണന്റെ കൈ തട്ടി മാറ്റി. അവസാനം ഭഗവാനെ ഒന്നും കൂടി മനസ്സിൽ വിചാരിച്ചു, എനിക്കിവിടെ എന്തെങ്കിലും അബദ്ധം പറ്റിയോ, തെറ്റി പറ്റിയോ, ഞാൻ എന്തെങ്കിലും മറന്നോളെ. ഈ ഉണ്ണിയെ രക്ഷിക്കാൻ പറഞ്ഞിട്ട കാര്യങ്ങളിൽ മറന്നു. ഈ ലോകത്ത് മറക്കാൻ പാടില്ലാത്ത ഒന്നേ ഉള്ളൂ, ഈ ഭഗവാന്റെ പാദങ്ങൾ. അവിസ്മൃതി ശ്രീധരമാധവൻ പറഞ്ഞു, അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ. ഈ കൃഷ്ണന്റെ പാദങ്ങളെയാണ് ലോകത്ത് മറക്കാൻ പാടില്ലാത്ത. ആ കൃഷ്ണനെ ഞാൻ മറന്നു. കൃഷ്ണ, ഒരു ജന്മം കൂടി എല്ലാവരെയും ആവുന്ന, ശക്തനോ ആവുന്ന, ക്ഷത്രിയനോ ആവുന്ന അവിടുത്തെ നാമം ചൊല്ലിക്കൊണ്ട് കൃഷ്ണ 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 പറഞ്ഞ് അവസാനിക്കാതെ ഒരു ജന്മം കൂടി നൽകിയതാണ്. ഇതിലേക്ക് അവസാനം ദക്ഷിണം. കൃഷ്ണായ നമ, ഗോവിന്ദായ നമ, ഗോപീജനവല്ലഭായ നമ, ഓം പരായ നമ, ഓം പരം പുരുഷായ നമ, ഹരേ കൃഷ്ണ കൃഷ്ണ പറഞ്ഞ് ഒരു ചാട്ടം. സകല ആളുകളും ഹരേ വിളിക്കുമ്പോ ഒരു ശംഖനാഥം ദേവൻ അവിടെ കിട്ടും. ആരാ തന്നെ വാരി പിടിച്ചത്? ബ്രാഹ്മണനാകുമോ? ഹരിതയാണെന്ന് പറയാൻ തീരെ വലിച്ചേ കിട്ടൂ. ആരാ നോക്കുമ്പോ കസ്തൂരി തിലകംദലാടവലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമുക്തികം കരതലേ വേണം കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം സകലയൻ കണ്ഠേജ മുഗ്ധാവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂട. ആർത്തോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. എന്നെ മറന്നുല്ലേ? എവിടെ പോകുമ്പോൾ വിളിക്കണല്ലേ? വരൂടെ? തേരി പിടിച്ച് കയറ്റി. എല്ലാ ലോകത്തും ഞാൻ അന്വേഷിച്ചതാണ്, കണ്ടില്ല. നീ അന്വേഷിക്കുന്ന ലോകത്തൊന്നും അല്ല. അവര് വരൂ പ്രാപ്തോ